ജീവനക്കാർക്ക് സർക്കാർ DA സന്ദേശം അയച്ചെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന പ്രതിപക്ഷം കുറേ ദിവസമായിട്ട് വലിയ പ്രശ്നത്തിലാണ്. അത് നിയമലംഘനമാണെന്നും ചട്ടലംഘനമാണെന്നും എന്നൊക്കെ വേണ്ട സകലമാന ആരോപണം അതിന്റെ മേലിൽ പൊക്കിക്കൊണ്ടുവന്നു. ഇപ്പം ഈ ഒരു ഹർജി ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. പോരാത്തതിന് കോടതി ഒരു കാര്യം കൂടെ പറഞ്ഞു, നല്ല ഭരണമെന്ന് പറയുകയും ചെയ്തു. അപ്പൊ ഇത് ഈ പറയുന്ന പോലെ ഈ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇവര് സർക്കാരിനെതിരെ എന്ത് സാധനം പൊക്കി പിടിച്ചോണ്ട് ചെന്നാലും അത് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചടിയായിട്ട് കിട്ടി നാണം കെട്ട് നാറി തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയുണ്ട്. അത് തന്നെയാണ് ഇപ്പൊ ഇവിടെ നടന്നിരിക്കുന്നത്. ശരിയല്ലേ? അതെ. ഈ സ്പാർക്ക് എന്ന് പറയുന്ന ഇതിൽ നിന്നും ഡേറ്റ ചോർന്നു എന്നാണ് പറയുന്നത്. സ്പാർക്ക് എന്ന് പറയുന്നത് ശരിക്കും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഡീറ്റെയിൽസ് എല്ലാം അടങ്ങുന്ന, അവരുടെ പേറോൾ അടക്കമുള്ള അവരുടെ പേര്, ഡീറ്റെയിൽ, അങ്ങനെയുള്ള അവരുടെ സാലറി, ഇമാതിരി കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഈ സ്പാർക്ക് എന്ന് പറയുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ എല്ലാ ജീവനക്കാരുടെയും ഫുൾ ഡീറ്റെയിൽ ഓൾറെഡി അതിനകത്ത് തന്നെ ഉണ്ട്. സോ ഇതിനകത്ത് ഡേറ്റ ചോർച്ച എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണ് ഡേറ്റ? നമ്മളെ സംബന്ധിച്ചിടത്തുള്ള ഒരു ഡേറ്റ എന്താണ്? ഇപ്പം ഞാനിപ്പോൾ പറയാം, ഒരിക്കലും നമ്മൾ ആരും വ്യക്തിപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വകാര്യത നമ്മുടെ ബെഡ്റൂമിനകത്ത് മാത്രമേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ബാക്കി എല്ലായിടത്തും നമ്മൾ അണ്ടർ സർവൈലൻസ് ആണ്. കാരണം നമ്മൾ എങ്ങോട്ട് ഇറങ്ങിയാലും ഒരു CCTV ഉണ്ടാവും. CCTVയുടെ ഇഷ്ടംപോലെ CCTVകളാണ്. ഓരോ വീട്ടുകാരും CCTV വെച്ചിട്ടുണ്ട്. ഓരോ വീടിൻ്റെ 4 പുറത്തും CCTV ഉണ്ടാവും. ഒരു കടയിലേക്ക് കയറിയാൽ നമ്മളവിടെ CCTV ഉണ്ടാവും. ഇതെല്ലാം ഈ പറയുന്ന പോലെ അത് നമ്മുടെ ശരിക്കും പറഞ്ഞ ഇത്ര CCTVയുടെ ഗുണമുണ്ട്, ദോഷമുണ്ട്. പണ്ടൊരിക്കൽ ഈ CCTV ഇങ്ങനെ ഒരുപാടായ സമയത്ത് മാതൃഭൂമിയിൽ ഒരു ലേഖനം വന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ചോർത്തിയെടുക്കുന്ന നമ്മുടെ സ്വകാര്യത എന്ന് പറയുന്ന ഒരു സംഭവമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ദൃശ്യങ്ങൾ മറ്റൊരാളുടെ ഡേറ്റാബേസിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു ഷോപ്പിലേക്ക് കയറുന്ന സമയത്ത് നമ്മളെന്ന് പറയുന്ന വ്യക്തി അവരുടെ ഗേറ്റ് മുതൽ, നമ്മളുടെ വാഹനം ഉൾപ്പെടെ നമ്മുടെ ഗേറ്റ് മുതൽ അവരുടെ സർവൈലൻസിലാണ് നമ്മൾ. എന്ന് വെച്ചാൽ ഈ ഡേറ്റാസ് എല്ലാം നമ്മളുടെ ഓരോ വിഷ്വൽസും അവരുടെ കയ്യിലുണ്ട്. ഇത് വെച്ചിട്ട് പറയാണ് ഇതെൻ്റെ സ്വകാര്യതയുടെ ലംഘനമാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു കടയിലേക്ക് കയറി പോകാനും പിന്നെ എനിക്കൊരു സാധനം പർച്ചേസ് ചെയ്യാനും അതൊരു എൻ്റെ ഒരു വ്യക്തിപരമായ എൻ്റെ സ്വകാര്യതയാണ്. ആ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എന്നേ ആരംഭിച്ചു കഴിഞ്ഞു നമ്മുടെയൊക്കെ ലൈഫിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ നമ്മൾ ഈ പാസ്വേഡ് ഉപയോഗിക്കുന്നു, നമ്മളതുപോലെ തന്നെ പിൻ നമ്പറുകൾ ഉപയോഗിക്കുന്നു. ഇതെല്ലാം ഇന്നത്തെ കാലത്ത് ഏതോ ഒരു പബ്ലിക് ഡൊമൈനിലുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. സോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്നേ, നമ്മളിപ്പോൾ ഒരു ഗൂഗിളിലേക്ക് നമ്മൾ ജിമെയിൽ ആക്സസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുതിയൊരു ഫോൺ മേടിക്കും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സിസ്റ്റത്തിൽ നമ്മൾ കയറാൻ ശ്രമിക്കുന്നവർ പലതിലും നമ്മൾ ഓൾറെഡി സൈൻഡ് ഇൻ ആണ്. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ പാസ്വേഡ് മറ്റൊരു സെർവർ ഇരുന്നിട്ട് ഒരു തേർഡ് പാർട്ടി പറയുകയാണ്, അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടി പറയുകയാണ് ഇതാണ് നിങ്ങളുടെ പാസ്വേഡ് എന്ന് പറഞ്ഞ് അവർ ശരി വെച്ചാലേ നമുക്ക് അതിനകത്ത് എൻട്രി ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ സ്വകാര്യതയുടെ നഗ്നമായ ലംഘനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇതിപ്പം രമേശ് ചെന്നിത്തലയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് DA അവർക്ക് വർദ്ധിപ്പിച്ച് നൽകിയതുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു സന്ദേശം ഇവർക്കെല്ലാവർക്കും പോകുന്നു. അപ്പോഴാണ് ചെന്നിത്തലയ്ക്ക് ഹാലിളകിയത്. എന്തുകൊണ്ടാണ് ഹാലിളകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവർ നേരിട്ട് അറിയിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു കാര്യം ഈ സർക്കാർ നടത്തിയിട്ടുള്ള ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ആണ്, വികസന പ്രവർത്തനങ്ങളാണ്. നമ്മൾ നോക്കിയോളൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്, പിന്നെ പാലം ഉദ്ഘാടനം ചെയ്യുന്നു, പെരുമ്പളം പാലം. എത്രയോ അധികം ആൾക്കാർക്ക് അവരുടെ ഒരു യാത്രാ സൗകര്യം, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു വാർത്ത വന്നത്, ആദ്യമായി സെക്കൻഡ് ഷോയ്ക്ക് പോയ ആൾക്കാരുണ്ട് ഐലൻഡിൽ, പെരുമ്പളം ദ്വീപില്. കാര്യം അവർക്ക് സെക്കൻഡ് ഷോയ്ക്ക് പോകാനുള്ള പ്രൊവിഷൻ ഇല്ല. സെക്കൻഡ് ഷോയ്ക്ക് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സെക്കൻഡ് ഷോയ്ക്ക് പോയാൽ അവർക്ക് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് എത്താൻ ജങ്കാർ സർവീസ് ഇല്ല. അപ്പൊ അവിടുത്തെ ദ്വീപുകാർ അനുഭവിക്കുന്ന ഒരു സെക്കൻഡ് ഷോയ്ക്ക് പോകുന്ന ഒരു സ്വാതന്ത്ര്യം എന്നല്ല. നമ്മൾ പറയട്ടെ, തിരുവനന്തപുരത്തുള്ള ആളുകൾ തിരുവനന്തപുരം എറണാകുളത്തുള്ള ആൾക്കാർ നൈറ്റ് ലൈഫ് ആസ്വദിക്കുമ്പോൾ, നൈറ്റ് ലൈഫിന്റെ ഒരു ത്രില്ലും വാമും ഒക്കെ ആസ്വദിക്കുന്ന സമയത്താണ് ഈ ഒരു സെക്കൻഡ് ഷോ കാണാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു പറ്റം ആൾക്കാർ ആ പെരുമ്പളം ദ്വീപിൽ കഴിഞ്ഞുകൂടിയത്. ഒരു പാലം വന്നതോടുകൂടി അവരുടെ ആ ഒരു ആവശ്യം, കാര്യം അവർക്ക് 2 വീലറിൽ 1 കിലോമീറ്റർ പാലത്തെ കൂടെ വളരെ മനോഹരമായി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പുറത്തെ സ്ഥലത്തേക്ക് വരാൻ, സെക്കൻഡ് ഷോ കാണാൻ തിരിച്ചു പോവാം. എത്ര സൗകര്യമായെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ പാലം കാണാൻ തിക്കും തിരക്കുമാണ് പാലത്തിന്റെ അവിടെ. ഇതൊരു വികസന മാതൃകയാണ്. ഇപ്പൊ ഒരു പൊതുമരാമത്ത് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വെറും ഒരു പാലവും കലുങ്കും കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ കൊണ്ട് സാധിക്കും?
ഒരു പാലം കിട്ടുക എന്ന് പറഞ്ഞു. എന്നാൽ ആ പാലത്തെ ഒരു ടൂറിസത്തിന്റെ ഹബ്ബാക്കി മാറ്റുകയും അതിലേക്ക് കുറച്ചധികം ആൾക്കാർ വന്ന് ആ പാലം കാണാൻ വേണ്ടി ആൾക്കാർ വരുമ്പോഴാണ് ഒരു നാടിന് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് അതിനോട് ചുറ്റുവട്ടത്തുള്ള ചില ആൾക്കാർക്ക് ഒരു ഉപജീവന മാർഗം അവിടെ തുടങ്ങാൻ സാധിക്കും. ആൾക്കാർ കൂടുതൽ വരുന്നു. ഇപ്പം നമ്മൾ പലയിടത്തും പോയിട്ട് വാഗമണ്ണ്, പിന്നെ മൂന്നാർ, ഈ സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ പോയിട്ടുണ്ടല്ലോ. അതിൽ ചില ലുക്ക് ഔട്ട് എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ടാവും. എന്താ വെച്ചാൽ നമുക്ക് അവിടെ ഇറങ്ങി ഒരു 5 മിനിറ്റ് നമ്മുടെ വാഹനം ഒതുക്കി ഒരു 5 മിനിറ്റ് അവിടെ ഇറങ്ങി ഇന്ന് ഒന്ന് ഹോൾട്ട് ചെയ്തിട്ട് പോരാൻ പറ്റിയ സ്പേസുകളുണ്ട് പല ഹൈ റേഞ്ചുകളിൽ. പിന്നെ ഈ ചുരങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന സ്ഥലങ്ങളാണ്. ഇപ്പം താമരശ്ശേരി ചുരത്തിലൊക്കെ ഈ സാധനങ്ങളുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ അവിടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1-2 ചായക്കട ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഐസ്ക്രീം കച്ചവടക്കാരുടെ ഒരു മേളം ഉണ്ടാവും. ഇതൊക്കെ ഒരു നാടിന്റെ സർവ്വതോന്മുഖമായ വികസനത്തിന് വഴികാട്ടിയായി മാറുന്ന ഒന്നാക്കി തീർക്കുക എന്നുള്ളതാണ് ഏത് ഡെവലപ്മെന്റിന്റെയും അടിസ്ഥാനം. ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റുകൾ ധാരാളമായി നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. മെഡിക്കൽ രംഗത്ത് ധാരാളമായി വികസനം സാധ്യമാവുന്നുണ്ട്. ഇപ്പൊ ചേർത്തല തന്നെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എറണാകുളത്ത് റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതൊക്കെ ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. ആ ഡെവലപ്മെന്റ് ഈ പറയുന്ന പോലെ സാധാരണക്കാരിലേക്ക് അവരുടെ ഒരു എത്തുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് സർക്കാർ ചെയ്യേണ്ട ഏറ്റവും മിനിമം കാര്യമാണ്. കാര്യം ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളല്ലേ ഇത്. ഇപ്പോൾ ഒരു പാലമുണ്ട്, ആ പാലത്തിൽ ഇന്ന ക്വാളിറ്റീസ് ഉണ്ട്. നിങ്ങൾക്കൊരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 2 മണിക്കൂർ നീക്കൊന്ന് ഹാങ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് ഉണ്ടെന്നേ, നിങ്ങൾ ധൈര്യമായിട്ട് വാ എന്ന് പറയാനാണെങ്കിൽ ആളുകളോട് കാണിക്കണം. ഇപ്പൊ ഞാൻ തന്നെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു, ഇപ്പൊ പെരുമ്പളം പാലം ഒന്ന് കണ്ടാൽ കൊള്ളാം, ഫാമിലി ആയിട്ട് പോയി കുറച്ചു നേരം ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് വരാം. അപ്പൊ പോകുമ്പോൾ അതൊന്ന് കാണുക, അതൊരു പുതിയ കാഴ്ചാനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ഇപ്പൊ ആലപ്പുഴ ജില്ലയിലുള്ള പല പാലങ്ങളും അങ്ങനെ തന്നെയാണ്. അടിയിൽ കൂടെ നടക്കാം, മേളിൽ കൂടെ വണ്ടിയും പോകും. അപ്പൊ ഇങ്ങനത്തെയുള്ള പിന്നെ സാധനങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മുടെ നാടിന്റെ ഒരു മാറ്റം നമ്മൾ കാണുന്നത്. ഈ മാറ്റം ഇപ്പൊ തന്നെ നോക്കൂ, ഇവിടുത്തെ വയനാട് ഇരട്ട തുരങ്കപാത, അതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു, അതിന്റെ ബ്ലാസ്റ്റിംഗ് നടത്തി. ഈ ബ്ലാസ്റ്റിംഗ് അവരുടെ പ്രതിപക്ഷത്തിന്റെ മനസ്സിൽ വേറൊരു ഭൂകമ്പവും, അതേസമയം ഇത് വയനാടുകാരുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ വയനാടുകാരുടെ മനസ്സിൽ സന്തോഷത്തിന്റെ അമിട്ടാ പൊട്ടിയത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സന്തോഷത്തിന്റെ അമിട്ട് വയനാടുകാരുടെ മനസ്സിൽ പൊട്ടി. അപ്പൊ ഇതൊക്കെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഇത് സർക്കാർ കാണിക്കുന്ന അല്ലെങ്കിൽ സർക്കാർ ഇങ്ങനെ കൊടുക്കുന്ന കാണുമ്പോൾ, സീരിയലിനിടയ്ക്ക് ഉണ്ടായ വിഷയം, ഇതൊക്കെ കാണുമ്പോൾ സീരിയല് ചില TV ഷോകളിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നു, പരസ്യങ്ങൾ പറയുന്നു, സർക്കാരിന്റെ പരസ്യങ്ങളൊക്കെ, അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇത് സർക്കാരിന്റെ പരസ്യങ്ങളാണ്. ഇറ്റ്സ് നോട്ട് ലെഫ്റ്റ്, അല്ലെങ്കിൽ ഇത് ഒരു രാഷ്ട്രീയ പ്രചരണമല്ല. ജനങ്ങളിലേക്ക് നമ്മൾ സർക്കാർ ഇത്രയും കാലം ചെയ്തത് എന്താണ് എന്ന് അറിയിക്കാൻ ഏത് സർക്കാരിനും താല്പര്യമുണ്ടാവും. അതിപ്പോ UDF ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രേവന്ത് റെഡ്ഡിയുടെ പരസ്യം എങ്ങനെയാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെയൊക്കെ തലക്കെട്ടിലേക്ക് വന്നത്? മനോരമ അതിനുവേണ്ടി മേടിച്ചത് 1.5 കോടി രൂപയാണ്. അതിൽ 1.25 കോടിയാണെന്ന് തോന്നുന്നു മാതൃഭൂമി എന്ന് പറയുന്ന പത്രം മേടിച്ചു. അമ്മ ഓരോ പത്രത്തിനും അവരുടെ നമ്മളൊരു അസംഷനാണ് പറയുന്നത്, അത്ര ആകണമെന്നില്ല. അതിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ വെച്ചിട്ട് നോക്കണേ. രേവന്ത് റെഡ്ഡി എന്തിനാ കേരളത്തിൽ പരസ്യം ചെയ്യുന്നത്? പിന്നെ രേവന്ത് റെഡ്ഡി തെലങ്കാനയിലെ മുഖ്യമന്ത്രി എന്തിനാ ഇവിടെ പരസ്യം ചെയ്യുന്നതിന്റെ ആവശ്യം എന്താ? കേരളത്തിൽ മലയാളത്തിൽ എന്തിനാ പരസ്യം ചെയ്യണം? അത് അവരുടെ നാട്ടിൽ ചെയ്താൽ പോരെ, തെലുങ്കിൽ ചെയ്താൽ പോരെ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഇവിടെ UDF എന്ന് പറയുന്ന ഒരു മുന്നണിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ ഒരു പരസ്യം ചെയ്യാൻ വേണ്ട ത്രെഡില്ല, കണ്ടന്റ് ഇല്ല. അപ്പോഴെന്താണ് അവിടെ നിന്ന് കോൺഗ്രസ്സുകാരൻ്റെ ആയ രേവന്ത് റെഡ്ഡിയുടെ പരസ്യം കേരളത്തിൽ കൊടുത്തു കഴിയുമ്പോൾ ഇത് എന്താണ്, ഇത് കണ്ടിട്ട് അയ്യോ കോൺഗ്രസ്സുകാർ വന്നാൽ ഇതൊക്കെ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സർക്കാരിന്റെ പണം എടുത്തിട്ട് കേരളത്തിൽ കോൺഗ്രസിനെ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്കെന്ന് മാത്രമല്ല ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ തോന്നിയത് തന്നെയായിരിക്കും. ഇവിടെ കൊണ്ടുവന്ന് കേരളത്തിൽ പരസ്യം ചെയ്യുമ്പോൾ ഇത് തന്നെയായിരിക്കും ഇനി ഭാവിയിൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന വികസനം എന്ന് ജനങ്ങളെ കാണിക്കുകയാണ്. അപ്പൊ ഇത് തമ്മിൽ എന്ത് വ്യത്യാസം? അവരുടെ രേവന്ത് റെഡ്ഡി സർക്കാർ പണം മുടക്കി കേരളത്തിലെ ഇതിൽ മലയാളത്തിൽ പരസ്യം ചെയ്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഗുണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയല്ലേ ചെയ്ത്. അപ്പൊ ആരും ഇതിനെതിരെ ഒന്നും പറഞ്ഞില്ലല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞു ഇതൊന്നും പാടില്ലാത്ത കാര്യമാണെന്ന് മുഖ്യമന്ത്രി എപ്പോഴെങ്കിലും പറഞ്ഞു? പോട്ടെ, DYFIയിലെ വസീഫോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞോ? ഇല്ല, അവരാരും ഒന്നും പറഞ്ഞില്ല, മിണ്ടിയില്ല അല്ലേ. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞത്. അപ്പോഴാണ് ഡേറ്റ ചോർച്ച എന്ന് പറയുന്നത് വലിയ വിവാദമാക്കിയിട്ട് രമേശ് ചെന്നിത്തല എടുത്ത് ഉയർത്തിക്കൊണ്ട് വന്നത്. ഇവിടുത്തെ ആൾക്കാരുടെ ഡേറ്റ കോടതി വരെ പോയി. നമ്മൾ നോക്കിയോ, ഈ ഹൈക്കോടതിയിൽ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുപോയ ഏത് കേസുണ്ട് സക്സസ് ആയത്? സത്യം പറഞ്ഞാൽ ഈ ഹൈക്കോടതിയുടെ എത്ര സമയം കളഞ്ഞിട്ടുണ്ട് ഇവര്. പിന്നെ എത്ര കേസുകൾ നമ്മൾ നോക്കിയോളൂ. ഒന്ന് പിന്നെ AI ക്യാമറ
കെ ഫോൺ, ഇതിന്റെയൊക്കെ അഴിമതി ഉണ്ട്, ഇത് നിറച്ച അഴിമതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് പോയില്ലേ ഹൈക്കോടതിയിൽ. ഇതിന്റെ ഏറ്റവും അവസാനം ഹൈക്കോടതി പറഞ്ഞു വിട്ടു. ഒരാൾ CMR അഴിമതി കേസും പൊക്കി പിടിച്ചൊരു സുപ്രീം കോടതി വരെ പോയി മാത്യു കോടതി എന്നിട്ട് തിരിച്ചു വന്നു. അപ്പം തുടക്കം മുതൽ തന്നെ കോടതികളിൽ നിന്ന് ഈ പ്രതിപക്ഷത്തിന് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുക. അതിൽ മറ്റൊന്നാണ് ഇപ്പൊ നമ്മൾ കണ്ടത്, ഇവിടെ ഡേറ്റ ചോരുന്നു. ഇവിടെ സർക്കാരിന്റെ കയ്യിൽ ഈ പറയുന്ന എല്ലാവരും ഡേറ്റാസ് ഉണ്ടെന്ന്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പിന്നെ വീടിന്റെ കരം അടയ്ക്കണം. വീടിന്റെ കരം അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ഏറ്റവും K-സ്മാർട്ട് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ കയറിയിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ K-സ്മാർട്ടിലേക്ക് പോയിട്ട് നമ്മൾ പണം അടയ്ക്കുന്നത്. അപ്പൊ നമ്മുടെ എന്തെല്ലാം രേഖകൾ അവിടേക്ക് എത്തി ഇല്ലേ? നമ്മൾ ഈ K-സ്മാർട്ടിലേക്ക് ഒരു സാധനം നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ, അല്ലെ നമ്മുടെ ഹൗസിന്റെ പിന്നെ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ ആരുടെ ഓണർഷിപ്പിലാണ്, ആരുടെ പേരിലാണ് ആ വീട് കിടക്കുന്നത്, എന്തൊക്കെ ഡീറ്റെയിൽ ഉണ്ടോ അഡ്രസ് അടക്കം നമുക്ക് ഇങ്ങോട്ട് K-സ്മാർട്ടിൽ വരികയാണ്. അപ്പൊ നമ്മുടെ എല്ലാ ഡേറ്റ ഓൾറെഡി അവിടെ ഉണ്ട്. എല്ലാ ഡേറ്റാസും സർക്കാരിന്റെ കയ്യിലുണ്ട്. ഇതിപ്പം സംസ്ഥാന സർക്കാരിന്റെ സ്പാർക്കിൽ കിടപ്പുണ്ട്. അതിൽ ലിറ്ററസി മിഷൻ വഴി ഇത് പിന്നെ പുറത്തേക്ക് പോകുന്നു എന്നുള്ള മാത്രം. എന്നിട്ട് അപ്പൊ പിന്നെ ഒറ്റ കാര്യം ഹൈക്കോടതി പറഞ്ഞുള്ളൂ, നിങ്ങളുടെ കാര്യം അതത് വകുപ്പുകൾ മുഖാന്തരം അയക്കുക. മുഖ്യമന്ത്രി മാത്രമായിട്ട് അയക്കാതെ, അല്ലെ മുഖ്യമന്ത്രിയുടെ ഇതിലേക്ക് പോയാൽ ഇപ്പം പിന്നെ ഡിപ്പാർട്ട്മെന്റുകൾ ഓരോന്നുണ്ടല്ലോ. ഇപ്പൊ ധനകാര്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കാണ് അങ്ങനെ കിട്ടുന്നതെങ്കിൽ ഈ പറയുന്ന ധനകാര്യ വകുപ്പ് അവർക്ക് വേണ്ട മെസ്സേജ് അയച്ചോളുക. ഇത് ഭരണഘടനാപരമായി അല്ലെങ്കിൽ ഒരു ഭരണ നിർവഹണത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് ശരിക്കും. ആ സർക്കാർ ഉദ്യോഗസ്ഥരിലേക്ക് നേടാ നിങ്ങൾ DA വർദ്ധിപ്പിച്ചു, HR വർദ്ധിപ്പിച്ചു, ഇതാണ്ട് കിടക്കുന്നു, നിങ്ങൾ കൊണ്ടുപോകും. അപ്പൊ ഇത് ശരിക്കും ഒരു ഭരണ നിർവഹണമാണ്. അല്ലാതെ ഇത് ഒളിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യാന്? നമ്മളൊരു മൊബൈൽ ഫോണിൽ നമ്മളെല്ലാവരും മൊബൈൽ തന്നെയാണ് കോടതിയും പറഞ്ഞത്. അതിലെന്താണ് തെറ്റ്? അതിലെന്താണ് തെറ്റ്? അത് തന്നെയല്ലേ ഈ രമേശ് ചെന്നിത്തലയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ഒരു വെപ്രാളം എന്നൊരു സാധനം ഉണ്ടല്ലോ. ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് UDF സംബന്ധിച്ചിടത്തോളം എടുത്തുയർത്തി കാണിക്കാൻ പറ്റിയ, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരു വിജയിപ്പിച്ച ഒരു ജനകീയ സമരം ഇല്ല. നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഏതെങ്കിലും ഒരു ജനകീയ സമരം ഏറ്റെടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ആശാവർക്കർമാരുടെ സമരം പൊളിഞ്ഞ് പാളീസാവുന്നത് നമ്മൾ കണ്ടതാണ്. ആരാണ് ആശാവർക്കർമാരുടെ പേരിൽ സമരം ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ്. ആ സമരം ചെയ്തതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇവരാണ്, SUCA ടീമാണ് അവിടെ സമരം ചെയ്തത്, നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിലും പറ്റുന്നില്ല. നോക്കിയപ്പോൾ പെൻഷൻ 2000 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് പെൻഷൻ കൊണ്ടുവെക്കുന്നു. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇതാണ് അവരുടെ ചോദ്യം. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? ഈ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു, 1000 രൂപ വീട്ടിലെ വനിതകൾക്ക്, വീട്ടമ്മമാർക്ക് 1000 രൂപ കൊടുക്കുന്നു, കണക്ട് വർക്ക് എന്ന് പറഞ്ഞിട്ട് 1000 രൂപ കൊടുക്കും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഇവർ ചോദിച്ചെന്താ, ഇതെല്ലാം ഞങ്ങളുടെ തലയെ കൊണ്ട് വെക്കാനല്ലേ എന്നാണ് ചോദിക്കുന്നത്. ചേട്ടാ, ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സാമൂഹ്യ സുരക്ഷയെ കരുതി കൊടുക്കുന്ന ഒരു പദ്ധതി, ഈ പദ്ധതി എങ്ങനെയാണ് മറ്റൊരു സർക്കാരിന് ബാധ്യതയായി മാറുന്നത്? അത് നല്ലതല്ലേ? നാളെ അവര് 5 വർഷം കഴിഞ്ഞ് പറയുമ്പോൾ ഞങ്ങൾ ഇത്ര ലക്ഷം പേർക്ക് ഞങ്ങൾ പെൻഷൻ കൊടുത്തു എന്ന് അടുത്ത 5 വർഷം കഴിയുമ്പോൾ 2031 ആകുമ്പോൾ അവർക്ക് പറയാം. UDF നേതാക്കന്മാർക്ക് ഇരുന്നുകൊണ്ട് പറയാം, ഞങ്ങളുടെ ഭരണകാലത്ത് ഞങ്ങൾ ഇത്ര പേർക്ക് ഞങ്ങൾ വീട് കൊടുത്തു, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര പേർക്ക് കൊടുത്തു. ഈ രമേശ് ചെന്നിത്തല ആദ്യം പറഞ്ഞു ഞങ്ങൾ കിഫ്ബി പിരിച്ചുവിടും, അല്ലെ ഞങ്ങൾ ലൈഫ് മിഷൻ പദ്ധതി ഇല്ലാതാക്കും എന്ന് പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ ദിവസം ചെന്നിത്തല പറഞ്ഞു കിഫ്ബി ഇല്ലാതെ കേരളത്തിൽ ഒരു വർക്ക് നടക്കില്ല. ചെന്നിത്തല പറഞ്ഞെന്താ, കിഫ്ബി ഞങ്ങൾ നടപ്പിലാക്കും, കിഫ്ബി കൊണ്ടുവന്ന് ഞങ്ങളുടെ സർക്കാരിന്റെ കാലത്താണ്. എന്നാ അല്ല, അങ്ങനെ ഒരു കള്ളം രമേശ് ചെന്നിത്തല പറഞ്ഞു. ഞങ്ങളുടെ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്, അതായത് എനിക്ക് ആന്റണിയോ മറ്റോ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് അത്രേ കിഫ്ബി കൊണ്ടുവരുന്നത്. അല്ല, അതിന്റെ ഡേറ്റുകൾ അന്വേഷിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് വരുന്നത്, പിന്നെ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ് വരുന്നത്. അപ്പം കിഫ്ബി എനിക്ക് തോന്നുന്നു നയനാറുടെ കാലഘട്ടത്തിലാണ് വരുന്നത്. അപ്പൊ ഇതെല്ലാം കൊണ്ടുവന്ന് കൃത്യമായി നടപ്പിലാക്കി ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് വിഭ്രതിയാണ്. ഇതെല്ലാം ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ജനങ്ങൾ അവരെ വെറുക്കും, UDF വെറുക്കും. UDF അവകാശപ്പെടാൻ എന്താ ഉള്ളത്? ഒന്ന്, വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അവരെ പറ്റിച്ച പൈസ, യൂത്ത് കോൺഗ്രസ്സുകാർ വെട്ടിച്ച പൈസ, ഇപ്പോ KC വേണുഗോപാലും സംഘവും ഹരിയാനയിൽ നടത്തിയ 7 കോടിയുടെ അഴിമതി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ, ഇതിലെ പലരും 10 പൈസ പോലും വയനാടുകാർക്ക് കൊടുത്തിട്ടില്ല. ഇതെല്ലാം കേരളത്തിൽ ചർച്ചയിലേക്ക് വരികയാണ്. ഇതോടുകൂടി വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഇവർക്ക് നിൽക്കക്കള്ളി ഇല്ലാത്തൊരു സാഹചര്യം. അപ്പോഴാണ് ഡേറ്റ ചോർച്ച എന്ന് പറഞ്ഞൊരു വിവാദമാക്കി അവിടെ കൊണ്ടുപോയി. ഹൈക്കോടതി അതിനും തിരിച്ചടിച്ചു. ഇപ്പൊ ആകെപ്പാടെ നിരായുധരായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും കോൺഗ്രസിന്, അല്ലെങ്കിൽ UDF എന്ന് പറയുന്ന മുന്നണിക്ക്. ഇതൊക്കെ കണ്ടുകൊണ്ട് ജനങ്ങൾ ചിരിക്കുവാണ്. രമേശ് ചെന്നിത്തല ഇപ്പൊ ഒരു പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ ചിരിക്കുക ചെയ്യുന്നത്. ഇപ്പൊ രക്ഷയില്ല എന്ന് കരുതിയിട്ടാണ് നമ്മുടെ പിന്നെ KC വേണുഗോപാൽ കപ്പ തിന്നാൻ ഇറങ്ങിയത്. എന്നിട്ട് അതും ബഹു കോമഡിയായി മാറി. ബഹു കോമഡിയായി അതും മാറുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്. ഇങ്ങനെയൊക്കെ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും കുറേയധികം പ്രചരണങ്ങൾ നടത്താനും വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വൃഥാശ്രമം മാത്രമാണ് ഇതെന്ന് മാത്രമാണ് എൻ്റെ ഒരു അഭിപ്രായം.